ദൈവസ്നേഹത്തിലും പാപഭയത്തിലുമാണ് ആ 5 മക്കളും വളർന്നു വന്നത്. വിശുദ്ധ കുർബാനയിൽ ഭക്തിയോടെ പങ്കെടുത്തിരുന്ന മരിയയ്ക്ക് അപ്പത്തിന്റെ രൂപത്തിൽ എഴുന്നള്ളുന്ന ഈശോയെ സ്വീകരിക്കാൻ കൊതിയായിരുന്നു. പക്ഷേ 12 വയസ്സ് തികഞ്ഞ കുട്ടികൾക്ക് മാത്രമേ അക്കാലങ്ങളിൽ വിശുദ്ധ കുർബാന നൽകിയിരുന്നുള്ളൂ. എത്രമാത്രം കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ടും ലൂയിജിക്ക് കുടുംബച്ചെലവ് നിർവഹിക്കാനുള്ള വക വയലിൽ നിന്ന് ലഭിച്ചിരുന്നില്ല. അധികം വൈകാതെ അവർ ആ നാട് വിട്ടു. 3 ആഴ്ച യാത്ര ചെയ്ത് ഫെരിക്കോര എന്ന സ്ഥലത്തെത്തി. തരിശുഭൂമിയും ചതുപ്പ് നിലവുമുള്ള ഒരു ഗ്രാമം. അത്ര ഭംഗിയുള്ളതായിരുന്നില്ല. ധനാഢ്യനായ മൊസോലിനി പ്രഭു അവർക്ക് താമസിക്കാൻ ജീർണിച്ച ഒരു പുര നൽകി. ലൂയിജിയും അസൂദയും കഷ്ടപ്പെട്ട് പണിയെടുത്തെങ്കിലും കൊയ്ത്തുകാലം അവരെ നിരാശരാക്കി. അവശനായ ലൂയിജി ജോലിക്കിടയിൽ തളർന്നു വീണു. കോപിഷ്ഠനായ യജമാനൻ അവരുടെ കൂടെ താമസിപ്പിക്കാൻ വേറെ 2 പേരെ കൂടി അയച്ചു. അലസനും മദ്യപനുമായ ജിയോവാനിയും അയാളുടെ ജടികാസക്തനും ദുർമാർഗിയുമായ മകൻ അലക്സാണ്ടറും. അർദ്ധനഗ്നരായ സ്ത്രീകളുടെ ചിത്രങ്ങൾ ഒട്ടിച്ച് അലക്സാണ്ടർ മുറിയുടെ ഭിത്തികൾ നിറച്ചു. അശ്ലീല സാഹിത്യകൃതികളും നോവലുകളും അയാൾ ആസ്വദിച്ചു. ലൂയിജിയും അസൂദയും തങ്ങളുടെ മക്കളെ അവരിൽ നിന്ന് എപ്പോഴും അകറ്റി നിർത്താനും കൂടുതൽ ദൈവസ്നേഹത്തിൽ വളർത്താനും പരിശ്രമിച്ചു. എത്ര അകന്നാലും ഒരു വീട്ടിൽ തന്നെയല്ലേ താമസം. അധികം വൈകിയില്ല. ക്ഷീണിതനായ ലൂയിജിക്ക് മലമ്പനി പിടിപെടുന്നു. മരിച്ചു. മരിയ വളർന്നു. അവൾക്ക് 12 വയസ്സായി. മഞ്ഞുതുള്ളിയേക്കാൾ നിർമ്മലയും മാരിവില്ലിനേക്കാൾ മനോഹരിയുമായിരുന്നു അവൾ. ഒരു മാലാഖയെ പോലെ പുഞ്ചിരിക്കുന്ന അവളെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. എന്നാൽ അശുദ്ധമായ കണ്ണുകളോടെ മരിയയെ വീക്ഷിച്ചിരുന്ന ഒരാളുണ്ടായിരുന്നു, കാമാർത്തനായ അലക്സാണ്ടർ. പലവട്ടം അയാൾ മരിയയെ ശല്യപ്പെടുത്തി. അപ്പോഴെല്ലാം അവൾ ഓടിയകന്നു. ജൂലൈ 5 നല്ല ചൂടുള്ള ദിനമായിരുന്നു അന്ന്. അലക്സാണ്ടർ വയലിലെ പണി നിർത്തി വീട്ടിലെത്തി. വീടിന്റെ 2ാം നിലയിൽ ഉറങ്ങിക്കിടന്ന കുഞ്ഞനുചിത്തിയുടെ അടുത്തിരുന്ന് മരിയ അലക്സാണ്ടറിന്റെ ഷർട്ട് തുന്നുകയായിരുന്നു. അലക്സാണ്ടർ അവന്റെ മുറിയിൽ കയറി മരിയയെ അടുത്തേക്ക് വിളിച്ചു. മുറിയുടെ വാതിൽക്കലെത്തിയ മരിയയെ അയാൾ മുറിയിലേക്ക് വലിച്ചിട്ട് വാതിലടച്ചു. അവൾ ആലിന്റെ പോലെ വിറച്ചു. അയാൾ അവളെ കടന്നു പിടിച്ചു. ആ ദുഷ്ടന്റെ കയ്യിൽ നിന്ന് അവൾ കുതറി മാറി. പലവട്ടം അവളെ പാപത്തിന് നിർബന്ധിച്ചിട്ടും സമ്മതിക്കാനായപ്പോൾ അരയിൽ തിരികിയ കടാര അയാൾ പുറത്തെടുത്ത് അവളുടെ നെഞ്ചിലേക്ക് കുത്തിയിറക്കി. ആഴമേറിയ 14 മുറിവുകൾ ആ കൊച്ചു ശരീരത്തിൽ അയാൾ ഏൽപ്പിച്ചു. കരച്ചിൽ കേട്ട ഓടിയെത്തിയ അസൂന്ത രക്തത്തിൽ കുളിച്ചു കിടന്ന തന്റെ മകളെ കണ്ട് മോഹാലസ്യപ്പെട്ടു. ഓടിക്കൂടിയവർ അവൾക്ക് പ്രഥമ ശുശ്രൂഷ നൽകി ആശുപത്രിയിൽ എത്തിച്ചു. പിറ്റേന്ന് രാവിലെ അവൾ ദിവ്യകാരുണ്യം സ്വീകരിച്ചു. ആശുപത്രിയിലെ വൈദികൻ നീ അവനോട് ക്ഷമിക്കുന്നുവോ എന്ന് ചോദിച്ചു. ഞാൻ അയാളോട് പരിപൂർണമായി ക്ഷമിക്കുക മാത്രമല്ല, അയാളും ഒരു ദിവസം എന്നോടുകൂടെ സ്വർഗീയാനന്ദം അനുഭവിക്കുന്നത് കാണാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു എന്നവൾ മറുപടി പറഞ്ഞു.
സാക്ഷ്യം നൽകിയ മരിയ ഗുരുത്തിയെ 1947 ഏപ്രിൽ 27-ന് 12-ാം പിയൂസ് മാർപ്പാപ്പ ധന്യാത്മാവായി പ്രഖ്യാപിച്ചു. 1950 ജൂൺ 24-ന് അവളെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. അശ്ലീലത്തിന് ആനന്ദം കൊള്ളുന്ന ഇന്നത്തെ തലമുറയ്ക്ക് ജീവൻ ഹോമിക്കേണ്ടി വന്നാലും പാപത്തിന് കൂട്ടുനിൽക്കില്ല എന്ന് പറയുന്ന മരിയ ഗുരുത്തിയുടെ ജീവിതം ഒരു മാതൃകയാകട്ടെ. തിരുമുന്നിൽ നിന്നു നാം ജീവിത പടവുകളേറെ